അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഞാന് വേറൊന്നല്ല വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോ iQOO neyo 6 ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ സെറ്റ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. സെറ്റ് ഇപ്പൊ ഇതില്ല. സെറ്റ് നമ്മൾ കൂട്ടുകാരുടെ കയ്യിലാണ്. അവനിപ്പോ ഫോണില് വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിന് ഗെയിമിംഗ് ഫോണാണ് നമുക്ക്. ഇതില് PUBG, Call of Duty അതൊക്കെ കളിക്കാൻ പക്ക സെറ്റാണ്. പിന്നെ പറഞ്ഞാല് ക്യാമറ കാര്യത്തില് പറയാനൊന്നുമില്ല. ക്യാമറ അടിപൊളിയാണ്. അപ്പൊ അതിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സെറ്റാണ്. ക്യാമറയും കാര്യങ്ങളൊക്കെ നല്ലൊരു കാര്യം. അപ്പൊ എന്നെ കൊണ്ട് അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ സെറ്റ് എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. നമ്മളിപ്പോ ABCയില് കല്ലിക്കോട് മൊബൈൽ ഷോപ്പിൽ ഒരു സെറ്റ് എടുത്തത്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഈ സെറ്റിന് ഇപ്പൊ മാർക്കറ്റ് റേറ്റ് 30,000 രൂപയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇത് എടുത്തത് ബജാജിന്റെ ഒരു സ്കീമിലാണ് എടുത്തത്. അപ്പൊ കുറെ കൂട്ടുകാർക്ക് പിന്നെന്താണ് ഒരു ഫോൺ എടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് റെഡി പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എടുക്കാവുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് മാസം മന്ത്ലി നിങ്ങൾക്ക് അടയ്ക്കണം എന്നൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ഈ സെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് ഞാനൊന്നും പറയില്ല. പിന്നെ ഒരു സന്തോഷ വാർത്ത പറഞ്ഞാൽ നമ്മുടെ പിന്നെന്താണ് സബ്സ്ക്രൈബിന്റെ ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. ഒരു 100-120 ആയിട്ടുണ്ട്, 110 ആയിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ഇപ്പൊ 100 കഴിഞ്ഞപ്പോ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇനിയിപ്പോ 100, 500, 50,000 പിന്നെ 1,00,000 അങ്ങനെയൊക്കെ പോകണം. അപ്പൊ നിങ്ങളും കൂടി വിചാരിച്ചാലാണ് നടക്കുള്ളൂ. അപ്പൊ കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെന്താണ് ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ മൂപ്പരും അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അളവിനെ പറ്റിയിട്ടും. അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഫോണൊക്കെ എടുക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ മാക്സിമം മൂപ്പര് അളവിന്റെ ബജാജിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫോണിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ബോക്സ് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നുണ്ട്. എനിക്ക് ഇതിനെ പറ്റി ആധികാരികമായിട്ടൊന്നും അറിയൊന്നുമില്ല. എന്നാലും നമ്മുടെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇത് തുറക്കണതിന് മുമ്പ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ടോ. ഞാൻ ഷോപ്പിൽ പോയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടിട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ മൊബൈൽ ഷോപ്പിൽ എത്തിയുണ്ട്. നമ്മുടെ പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ കല്ലടിക്കോട് ദീപ സെന്ററിലാണ് ഈ ഷോപ്പ് ഉള്ളത്. അപ്പോൾ മൊബൈൽ ഷോപ്പിന്റെ പേര് ABCD മൊബൈൽസ് എന്നാണ്. അപ്പൊ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആളിനോട് ചോദിച്ചറിയാം. അപ്പൊ ഏട്ടാ നമസ്കാരം. അപ്പൊ ഏട്ടന്റെ പേരെന്താണ്? അനീഷ്. അപ്പൊ iQOOന്റെ സെറ്റ് വന്നിരിക്കണം. അപ്പൊ iQOOന്റെ 30 രൂപ 35 രൂപ ലെവലിലുള്ള മോഡലുകളൊക്കെ ഉണ്ട്. 6 5G അതിന്റെ 4G പിന്നെ പ്രോ വേരിയന്റ് neyo 6 അങ്ങനെയുള്ള മോഡലുകളൊക്കെ ഉണ്ട്. iQOOന്റെ ഇപ്പൊ ഏതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കണ മുമ്പില്? ട്രെൻഡിങ് neyo 6 ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യക്കാര് വരുന്ന ഒരു മോഡല്. 30 രൂപ ലെവലിലൊരു പ്രീമിയം മോഡലിൽ തന്നെ ഒരു ഗെയിമിംഗ് ഒക്കെ അടിപൊളിയായിരിക്കും. ഈ മോഡലുണ്ട്. ഇത് 9SC അങ്ങനെയുള്ള മോഡലുകൾ വരുന്നത്. ഇതാണ് കൂടുതൽ പോകുന്ന മോഡൽ neyo 6. ക്യാമറ ഒക്കെ എത്ര വരുന്നത്? 64 MB ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ്, 25 വാട്ട്. പിന്നെ നല്ല പ്രോസറാണ്, 870 പ്രോസറൊക്കെ ആയിട്ട് ഗെയിം കളിക്കാൻ അടിപൊളിയായിരിക്കും. ഒരു ഗെയിമിംഗ് സെറ്റ് ആണുള്ളത്. ഗെയിം PUBG, Call of Duty ഒക്കെ കളിക്കാൻ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ക്യാമറ ഒക്കെ പറഞ്ഞാല് നല്ല പക്ക ആൻഡ്രോയിഡില് നല്ലൊരു അടിപൊളിയാണ്. വേറെ ഏതൊക്കെ തരം ഫോണാണുള്ളത്? ഇവിടെ വിവോന്റെ, ഓപ്പോന്റെ അങ്ങനെ അത്യാവശ്യം റിയൽമി, റെഡ്മി, OnePlus, iQOO അത്യാവശ്യം എല്ലാ മോഡലും. നമ്മുടെ ഒരു ഷോപ്പും കൂടി ഉണ്ട് അപ്പുറത്തെ ടിവിയില്. സ്റ്റോക്ക് അവിടെ ഇരിക്കുന്നത്. അവിടെ ആരാ ഏട്ടനായിരിക്കും? കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? എല്ലാ സംവിധാനവും ഉണ്ട്. EMI സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പേട്ടയില് HDB. പിന്നെ നമ്മുടെ ആഴ്ചയിൽ അടയ്ക്കാം. കടയിൽ നേരിട്ട് കൊണ്ടു അടയ്ക്കാം. പിന്നെ ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് EMI ചെയ്യാം. അപ്പൊ EMI ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് വന്നാൽ നമ്മൾ എന്തായാലും ഫോൺ റെഡി ആക്കാം. മാക്സിമം കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ആക്കാം. ഡൗൺ പേയ്മെന്റ് അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഒന്നുമില്ല. ഈ കടയുള്ള നമ്മുടെ നാട്ടിൽ തന്നെ. നമ്മുടെ നാട് കല്ലടിക്കോടാണ്. അപ്പൊ കല്ലടിക്കോട് ദീപ സെന്ററിലാണ് ഈ കട ഷോപ്പ് ഉള്ളത്. ABCD. ഇവർക്ക് 2 ബ്രാഞ്ചാണ് ഉള്ളത്. ഒന്ന് ടിവിന്റെ അവിടെയും ഒന്ന് കല്ലടിക്കോട് ദീപ സെന്ററിലാണുള്ളത്. പിന്നെ ഈ കടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിനു മുമ്പ് ഇവിടെ ഒരു കള്ളം കയറിയിട്ടുണ്ട് അല്ലേ? 2 തവണ കള്ളം കയറിയിട്ടുണ്ട്. എന്തൊക്കെ കൊണ്ടുപോയി? കള്ളന്റെ ഇഷ്ടപ്പെട്ട ഒരു കടകളിൽ 2 പ്രാവശ്യം കയറിയിട്ടുണ്ട് അല്ലേ? ഈ കല്ലടിക്കോട് വെച്ചിട്ട് 2 പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തൊക്കെ ഇവിടുന്ന് വില കൊടുപ്പുള്ള സാധനങ്ങളൊക്കെ പോയോ? കള്ളന് കിട്ടിയ അവസാനം? ഫസ്റ്റത്തെ കള്ളനെ കിട്ടിയില്ല, രണ്ടാമത്തെ കള്ളനെ കിട്ടി. ചെറിയ കുട്ടിയായിരുന്നു, ഒരു 16 വയസ്സുള്ള കുട്ടിയായിരുന്നു. 16 വയസ്സ്. പബ്ലിസിറ്റി ഫേസ്ബുക്കിലൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇവിടെ സ്റ്റേഷനിൽ തന്നെ കൊണ്ടുപോയി.
ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ഇവിടെയുള്ള കുട്ടി തന്നെയായിരുന്നു അതോ പുറത്ത് കരിമ്പോ സ്കൂളിലെങ്ങാണ്ട് പഠിക്കുന്ന ഒരു സ്കൂളിൽ എവിടെ അടുത്ത് പഠിക്കുന്നുണ്ട്, +1 പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അല്ലേ. ചെറിയ കുട്ടി. പിന്നെ മറ്റാളെ കിട്ടിയില്ല. അതിന് നമ്മള് പോയ സാധനത്തിന്റെ എങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റേഷനിലുണ്ട്. ഒരു പ്രാവശ്യം വിളിക്കുക, വക്കീലെ കൊണ്ടാനൊക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ ഓൾറെഡി അവൻ ഉപയോഗിച്ചിട്ടുണ്ട് കുറെ സാധനങ്ങളൊക്കെ. പിന്നെ അതിന്റെ പിന്നാലെ വലുതാണ്ട് പോയിട്ടില്ല. അറിയില്ല ഇനി വക്കീലെ കൊണ്ടുപോയി കോടതിയിലൊക്കെ പോകണം. കൊറേ കേറിട്ട് ഇപ്പൊ എത്ര 2 വർഷം ഫസ്റ്റത്തെ കൊറോണ സമയത്ത്. ഈ ഷോപ്പ് ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷം? 14 വർഷമായി. 14 വർഷമായി. ഓക്കെ. അവിടുത്തെ ഷോപ്പ് ഇപ്പൊ 2 വർഷമാണുള്ളൂ അല്ലേ. നിങ്ങക്ക് വേറെ ഏതെങ്കിലും ബ്രാഞ്ച് ഉണ്ട് ഇവിടെ അല്ലാണ്ട്? ഇല്ല, തിരുവില്ലാമല കട ഉണ്ടായിരുന്നു. അതിപ്പോ കുറച്ചായിട്ട് വേറെ കൊടുത്തു, സുഹൃത്തിന് തന്നെ കൊടുത്തു. നമ്മുടെ മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര മണിക്ക് ഷോപ്പൊക്കെ തുറക്കാറ്? 9:00 തുറക്കും. എത്ര മണിക്ക് ക്ലോസ് ചെയ്യും? 8:15 ക്ലോസ് ചെയ്യും. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ വീട്, കോണിക്കഴ തന്നെ അല്ലേ. അപ്പൊ 9:00 തുറക്കൂല്ലേ? ശനി ഞായറാഴ്ച കട ഉണ്ടാവും? ശനി എല്ലാ ദിവസവും ഞായറാഴ്ച തുറക്കില്ല. ഓക്കെ. അപ്പൊ EMI കാര്യങ്ങളൊക്കെ കിട്ടുന്ന പറഞ്ഞു. നിങ്ങൾക്ക് ഫോണിന് നിങ്ങൾക്ക് EMI ഉണ്ടെങ്കിൽ ഉത്തമമായി അല്ലേ. EMI ഒരടവും തെറ്റാണുണ്ടെങ്കിൽ അങ്ങനെയൊന്നും കുഴപ്പമില്ല. അങ്ങനെ ആധാർ കാർഡ്, ബാങ്ക് ഡീറ്റെയിലും കൊണ്ട് വന്നാൽ മാക്സിമം നമ്മൾ ഫോൺ കൊടുക്കും. ഓക്കെ ഓക്കെ. ഏതെങ്കിലും ഫിനാൻസ് ലെറ്റർ കൊടുക്കും. അങ്ങനെ അങ്ങനെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. iQOO ഇപ്പൊ എത്ര മാർക്കറ്റ് റേറ്റ് തന്നെ? ഇത് iQOO neyo 6ന്റെ നോർമലി 30 രൂപയാണ്. പിന്നെ ചില സമയങ്ങളിൽ ഓഫറും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ നമ്മള് എടുക്കാവുന്ന സെറ്റ് ഇതാണ്. iQOOന്റെ neyo 6 ആണ്. അപ്പൊ ഇതിന്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചത്. ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ശരി, എന്നാ ഇത്രേ ഉള്ളൂ. അപ്പൊ ശരി, കാണാം. അപ്പൊ നമ്മള് iQOO എടുത്തിട്ടുണ്ട്, സെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. അപ്പൊ അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതും കാണുക. അപ്പോൾ നിങ്ങൾ ഷോപ്പത്തൊക്കെ വീഡിയോസൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ സെറ്റിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണം. എൻ്റെ Redmi 8 Proയിലാണ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു ചെറിയ ക്ലിയറും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും ക്യാമറയ്ക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം ക്ഷമിക്കുക. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫോണാണ് കാണുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫോണിൽ പാക്ക് ചെയ്തിട്ടാണ് ഈ ഫോൺ വരിക. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് കവറും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലുക്കിലാണ് ഫോൺ അവർ ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കമ്മി ഉണ്ടാവും. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫോണും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ലുക്കിലാണ് അവർ ഇറക്കിയിരിക്കുന്നത് neyo 6ന്റെ. അപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. നല്ല ക്യാമറയൊക്കെ സെക്ഷനൊക്കെ നോക്കുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. നല്ലൊരു രീതിയിലാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം വരുന്നത് ഒരു ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ ഇത് പിന്നെന്താ നല്ല രീതിയിൽ തന്നെ അരമണിക്കൂർ തന്നെ പെട്ടെന്ന് തന്നെ ചാർജ് കയറും. ഒരു ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം ഒരു 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. പിന്നെ ഒരു പോരായ്മ എന്നുള്ളത് 4500 ബാറ്ററി ബാക്കപ്പാണുള്ളത്. അതൊരു 5000 ആക്കായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഫാസ്റ്റ് ചാർജറാണല്ലോ, പെട്ടെന്ന് തന്നെ ചാർജ് കയറും. ഞാൻ യൂസ് ചെയ്താണ്, പെട്ടെന്ന് തന്നെ ചാർജ് കയറുന്നുണ്ട്. നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഒപ്പം വരുന്നത് പറഞ്ഞാൽ ടൈപ്പ് സി കേബിളാണ്. നമ്മൾ ചാർജ് കുത്താനുള്ള ഒരു ടൈപ്പ് സി കേബിളാണ് അതിൻ്റെ ഒപ്പം വരുന്നത്. പിന്നെ വരുന്നത് പറഞ്ഞാൽ 2.5 mm 2 ടൈപ്പ് സി അഡാപ്റ്ററാണ് വരുന്നത്. ഇത് നമുക്ക് ഇയർഫോണൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയൊരു പിന്നെ അഡാപ്റ്ററാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം വരുന്നത് പറഞ്ഞാൽ ബാക്ക് കവർ വരുന്നുണ്ട്. ഫോണിൻ്റെ ഒരു വൈറ്റ് ബാക്ക് കവർ വരുന്നുണ്ട്. അതിൽ ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഒരു സിം ടൂളും വരുന്നുണ്ട്. അത്ര തന്നെ ഉള്ളൂ ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറ പറയണത്. ബാക്ക് ക്യാമറ കുഴപ്പമില്ല, എനിക്ക് നന്നായി പറ്റി, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തൊരു ഇതാണ് എടുത്തത്. നടക്കുമ്പോൾ നല്ലൊരു ചാട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നെടുത്ത പിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു ക്ലിയറാണ്, നല്ല ഫോക്കസ് ചെയ്തിട്ട് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ 64 MB ക്യാമറ ആണല്ലോ, അപ്പോൾ നല്ല രീതിയിൽ നല്ല ഫോക്കസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഫ്രണ്ട് ക്യാമറ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ചോയ്സ് എന്താണെന്ന് എനിക്കറിയില്ല, കുഴപ്പമില്ല. ഞാൻ യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുഴപ്പമില്ല, നല്ലൊരു ക്ലാരിറ്റിയും ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഗെയിമിംഗ് എന്ന് പറയാൻ നല്ല അടിപൊളി നല്ല ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇറക്കിയൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ തന്നെ പറയാം. കാരണം നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ലൊരു സ്ക്രീനിൽ നല്ല എനിമീസിനൊക്കെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കിതിന് മുമ്പ്
റെഡ്മി 8 പ്രോയിലിരുന്ന് അത്രയും കാലം കളിച്ചുകൊണ്ടിരുന്നത്. അതിന് ഇതിക്ക് മാറിയപ്പോൾ എന്താ പറയുക, നല്ലൊരു ഫീലാണ്. കാരണം എനിമിത്തസിനൊക്കെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗെയിമിങ്ങിൻ്റെ സെക്ഷൻ ഉഷാറായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഗെയിമിങ്ങിനൊക്കെ പറ്റിയൊരു ഫോണാണ്. ഗെയിമിങ്ങിന് ഇറക്കിയൊരു ഫോണാണെന്നുണ്ടെങ്കിൽ പറയാം, നല്ല അടിപൊളിയാണ്, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഗെയിമൊക്കെ കളിക്കാൻ സൂപ്പറാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ബൈക്കിൽ പോയി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ കട്ടർ ചാടുമ്പോൾ കുലുക്കോ കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ നല്ല പക്ക ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെക്കാട്ടി നല്ല രീതിയിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. കുറേ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വീഡിയോസിൻ്റെ ലെങ്ത് ഇപ്പോൾ തന്നെ കൂടി. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.